വചനമൊഴി ജനുവരി 1. വചനഭാഗം ഫിലിപ്പി 2:5-11, മത്തായിയുടെ സുവിശേഷം 1:18-25, ലൂക്കായുടെ സുവിശേഷം 2:21. ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതിയ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഇന്ന്. മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ 2026 വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈശോ എന്ന നാമത്തിൻ്റെ തിരുനാൾ ആചരിച്ചുകൊണ്ടാണ് സഭ ഈ ദിവസം ആചരിക്കുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യപുത്രന് നൽകുവാൻ ദൈവം നിയോഗിച്ച് നൽകിയ നാമമാണ് ഈശോ എന്നത്. ഈശോ എന്ന പേരിൻ്റെ അർത്ഥം അവൻ രക്ഷിക്കും എന്നാണ്. സകല മനുഷ്യകുലത്തിൻ്റെയും രക്ഷകനായി മിശിഹ മനുഷ്യനായി അവതരിച്ചു. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹ എല്ലാവരുടെയും രക്ഷകനാണ്. ഈശോ മിശിഹായിലൂടെ എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന സുവിശേഷമാണ് വിശുദ്ധ വചനത്തിന് നമുക്ക് നൽകുവാനുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഈശോ മിശിഹ ആദിയിലെ വചനമായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നവനാണ്, ദൈവമായിരുന്നവനാണ്. അവിടുന്ന് മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഈശോ എന്ന് വിളിക്കപ്പെട്ടു. ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഈശോ മിശിഹായിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് സകലത്തിൻ്റെയും കാരണഭൂതമായിരിക്കുന്നത് ഈശോ മിശിഹ ആയതുകൊണ്ട് എല്ലാറ്റിൻ്റെയും രക്ഷകനും ഈശോ മിശിഹായാണ്. എല്ലാറ്റിനും രക്ഷ നൽകുവാൻ സാധിക്കുന്നതും ഈശോ മിശിഹായാണ്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ എല്ലാ ജനപദങ്ങളുടെയും രക്ഷകനാകുവാൻ, രക്ഷയുടെ മാർഗം കാണിച്ചു തരുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച മിശിഹായുടെ നാമത്തിൻ്റെ മഹത്വമാണ് നാം ഇന്ന് ആചരിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. പുതിയ വർഷം ദൈവാശ്രയബോധത്തിൻ്റെ വർഷമായിരിക്കണമെന്ന ചിന്തയാണ് പുതുവർഷത്തോടനുബന്ധിച്ചുള്ള സുവിശേഷ വായനയിൽ നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-34 വരെയുള്ള വചനഭാഗങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സന്ദേശമാണ് തിരുവചനം നൽകുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും ഈശോ മിശിഹായുടെ നാമം എല്ലാ നാമത്തേക്കാൾ ഉന്നതമാണെന്നും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് ഈശോയുടെ നാമം എന്നതുമാണ്. നാം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ 2026 എന്ന് പറയുന്നതും മിശിഹായുടെ നാമത്തിലാണ്. മിശിഹായുടെ പിറവിയുടെ 2026 വർഷമാണ്. മിശിഹായോട് ചേർന്നാണ് ചരിത്രത്തെ നാം കാണുന്നത്, ചരിത്രത്തിലെ ഓരോ ദിവസങ്ങളെയും നിമിഷങ്ങളെയും കാണുന്നത്. നമ്മുടെ അനുദിന ജീവിതവും മിശിഹായോട് ചേർന്ന് അവിടുന്ന് നൽകുന്ന കൃപാവരങ്ങളോട് സഹകരിച്ച് വിശുദ്ധിയിലും വിശ്വസ്തയിലും വളരുന്നതിനുള്ള അവസരമായി നമുക്ക് മാറ്റാം. പുതിയ വർഷം സന്തോഷപ്രദവും സമാധാനപ്രദവും സംതൃപ്തി നൽകുന്നതുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നവവത്സരത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.